നീ വചനത്തിന് വേണ്ടി ജീവിക്കണം. വചനം നിന്നെ തളർത്തുകയില്ല. വചനം നിന്റെ അപയോഗത്തെ മിഡ് പോയിന്റിലേക്ക് കൊണ്ടുപോകത്തില്ല. വചനം നിന്നെ ബന്ധനത്തിന് കൊടുക്കത്തില്ല. വചനം നിന്നെ രോഗിയാക്കത്തില്ല. വചനം നിന്നെ കടക്കാരനാക്കത്തില്ല. വചനം നിന്നെ കടക്കാരിയാകത്തില്ല. വചനം നിന്നെ രോഗഹല്ലിലെ ശത്രുവിനെ ഏൽപ്പിച്ചു കൊടുക്കത്തില്ല. വചനത്തിൻ്റെ ശക്തി നിന്നെ ഉയരങ്ങളിൽ കൊണ്ടുപോകാനിടയാകും. അങ്ങനെ തയ്യാറുള്ള ദൈവമക്കൾ കരങ്ങളെ തട്ടി ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്, ഒരു നിമിഷം ദൈവത്തെ സ്തുതിച്ചാട്ട്. ഓ ഞാനവനുള്ളം കയ്യിൽ തണിരിക്കയാൽ അരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാനവനുള്ള കയ്യിൽ തണിരിക്കയാൽ ആരുമില്ലെനിക്കു ദോഷം ചെയ്യുവാൻ. ഞാൻ ദൈവത്തിൻ്റെ കയ്യിലാണെങ്കിൽ ആരും നിനക്ക് ദോഷം ചെയ്യത്തില്ല. ഇന്ന് പോൽക്കാലം ചില ദോഷങ്ങളൊക്കെ കർത്താവ് റിമൂവ് ചെയ്യും. വളരെ പ്രാർത്ഥനയോടിരിക്കാം. നമുക്ക് വായിച്ചപ്പെട്ട ആ സങ്കീർത്തനത്തിലേക്കൊന്ന് വരാം. 99-ാമത്തെ സങ്കീർത്തനം. സങ്കീർത്തനങ്ങൾ 99. ഹല്ലേലൂയ, ആമേൻ. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. യഹോവ ഒരു വീട്ടിൽ മാത്രമല്ല, ഒരു പട്ടണത്തിൽ മാത്രമല്ല, ഹല്ലേലൂയ, ആമേൻ, ഒരു രാജ്യത്തിൻ്റെത് മാത്രമല്ല, അവൻ ഭൂലോകത്തിൻ്റെ രക്ഷിതാവാണ്. യഹോവ ഒന്ന് വാഴുവാൻ തുടങ്ങിയാൽ, അടുത്ത പദം പറയുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. ഹല്ലേലൂയ, ആമേൻ. നമ്മൾ എന്താണ് ജാതിക ശക്തികളെ കണ്ട് പേടിക്കുവാൻ കാരണമാകുന്നത്? നമ്മളിൽ യഹോവ വസിക്കുന്നില്ല. യഹോവ വാഴുവാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഹല്ലേലൂയ ശത്രുക്കൾ വിറയ്ക്കുവാൻ തുടങ്ങും. ഇന്ന് പകലിൽ ഈ വചനത്തിൻ്റെ ശക്തി നിങ്ങളുടെ ഹൃദയങ്ങളിൽ അട്രാക്ഷൻ ആകുമ്പോൾ, നിങ്ങളുടെ ഹൃദയത്തിനകത്ത് ഈ വിത്ത് വീഴുമ്പോൾ തന്നെ ആത്മാവ് എന്നോട് പറയുന്നു, ചില കെട്ടുകൾ മാത്രമല്ല അഴിയുന്നത്, നിനക്ക് മുമ്പിൽ അടഞ്ഞ ചില വാതിലുകളും കർത്താവ് തുറക്കാൻ പോകുന്നു. പൗലോസിന് നേരെ അടഞ്ഞു കിടന്നത് തുറന്നതുപോലെ, അടഞ്ഞു കിടന്നത് തുറന്നതുപോലെ നിന്റെ മുമ്പിൽ അടഞ്ഞ ചിലതിനെ കർത്താവ് തുറക്കാൻ പോകുന്നു. കർത്താവ് തുറക്കാൻ പോകുന്നു. കർത്താവ് തുറക്കാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് കടന്നു വരുന്നു. ജയമെടുത്ത് കടന്നു വരുന്നു. ഇതിനകത്ത് ഹല്ലേലൂയ ബാബു എന്ന് പേരുള്ള ഒരു മനുഷ്യനെ ദൈവം ഇന്ന് പൽക്കാലം തൊട്ട് വിടിവിക്കാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തിൽ. അങ്ങനെ ഇതിനകത്ത് ഏതെങ്കിലും ബാബു ഉണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ചിത്രീകരിച്ച് നിന്നെ ലോകം ചിത്രീകരിച്ച ഭ്രാന്തനെന്നാണെങ്കിൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്നു, അനേക ഭ്രാന്തന്മാർക്ക് പ്രാർത്ഥിക്കുന്ന ചില അധികാരം നിന്റെ കൈക്ക് മേൽ മാറാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ വിക്കനാണ് നിന്റെ നാവെന്ന് പറഞ്ഞെങ്കിൽ, അതേ മോശ കുഞ്ഞ്, നിന്റെ അകത്തുകൂടി ചില വിടുതൽ നടക്കാൻ പോകുകയാണ്. നിന്നിൽ കൂടി ചില കൊട്ടാരത്തിനകത്ത്, പറവോന്റെ കൊട്ടാരത്തിനകത്ത് പിടിച്ചു വച്ച ചിലതിനെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് നിന്നെ വേണമെന്ന് അവരെ കനാൻ ദേശത്തേക്ക് എത്തിക്കുവാൻ, ചെങ്കടലിൽ രണ്ടായി വിഭാഗിച്ചു കൊടുക്കുവാൻ, ചെങ്കടലിൽ രണ്ടായി പിളർന്നു കൊടുക്കുവാൻ നിന്നെ ആവശ്യമുണ്ടെന്നേ. അങ്ങനെ ഇതിനകത്ത് ആരെങ്കിലും ഇരിപ്പുണ്ടെങ്കിൽ ഇപ്പോൾ കാലം പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില വ്യക്തികളോട് ആത്മാവ് ദൂത് പറയുകയാണ്. ചില വ്യക്തികളോട് ആത്മാവ് ദൂത് പറയുക. ഈ ആരാധന നിന്റെ ജീവിതത്തിന്റെ അന്തരീക്ഷത്തെ മാറ്റാൻ പോകുകയാണ്. ഹല്ലേലൂയ. യോബിന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ ആകാശത്ത് വെളിച്ചമുണ്ട്, അത് ശോഭിക്കുന്നത് കാണുന്നില്ല, എങ്കിലും അതിനെ കാറ്റ് കടന്ന് തെളിവാക്കി എന്ന് വെളിപ്പെടുത്തുന്നു. ഇന്ന് പോൽക്കാലം നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടേണ്ട ചില വെളിച്ചത്തെ ശത്രുവാകുന്ന സാത്താൻ മറയിട്ട ചില കെട്ടുപാടുകളെ കർത്താവ് പൊട്ടിക്കുന്നു. ശത്രുവാകുന്ന സാത്താൻ പിടിച്ചു വച്ച ചില അവകാശങ്ങളെ നീ തിരിച്ചു പിടിക്കുന്നു. അങ്ങനെ ഇതിനകത്ത് ഇരിക്കുന്ന സഹോദരന്മാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ, സഹോദരിമാർ ഒരുമിച്ച് പ്രാർത്ഥിച്ചോ. ആരും ഇനി കൈകെട്ടിയിരിക്കരുത്. കരമടിച്ച് സ്തുതിച്ചു തുടങ്ങിക്കോ. ഹല്ലേലൂയ. ആരാധിച്ചു തുടങ്ങിക്കോ, ആരാധിച്ചു തുടങ്ങിക്കോ. ചില വ്യക്തികളുടെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ആധിപത്യം തകർന്നിട്ട് ദൈവശക്തി വ്യാപരിക്കുന്നു. ഗ്ലോറി, 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 ഗ്ലോറി. ഷുഡബല ഹഡഗമന ബരബര ബരബര റിബന ഗഡഗമന റബൽ ഖമന ഗഡഗമന ഗഡഗ റിബൽ ഖമന ഗഡഗമന വൈഡയാന ഗഡഗൽ പ്രവിഡിമാന ഗഡഗം ദുനേ റബനം ഗഡഗം വൈഡം മനഗേ റിബനേ ഹഡഗം നടഗം മനഗം റിബൽ ഖമന ഗഡഗ വര ഗഡഗ സിയാന. എല്ലാവരും ആരാധിച്ചാട്ട്, എല്ലാവരും ആരാധിച്ചാട്ട്. ആകാശത്തിൽ ഹല്ലേലൂയ, ആമേൻ, ആമേൻ. പ്രാർത്ഥിക്കുന്നത് കൊണ്ട് ദോഷമൊന്നുമില്ല. ജാതികളെ പോലെ ലേൽപ്പനം ചൊല്ലുന്നത് മാത്രമാകരുത്. പ്രാർത്ഥനയിൽ ജീവനും ചൈതന്യവും ഉണ്ടാകണം. യഹോവ വാഴുന്നു, ജാതികൾ വിറയ്ക്കട്ടെ. വായിക്കാം.
അവൻ കെരൂബുകളുടെ മീതെ വസിക്കുന്നു. ഭൂമി കുലുങ്ങട്ടെ, യഹോവ സിയോനിൽ വലിയവനും സകല ജാതികൾക്ക് മീതെ ഉന്നതനുമാകുന്നു. ഇനി നമ്മൾ ജാതികളെക്കാൾ ഹീനമാകാൻ തയ്യാറായാൽ ഉന്നതനാകാൻ ഒരിക്കലും സാധ്യമല്ല. ഉന്നതനാകണമെങ്കിൽ നീ ജാതിക ശക്തിയെ വെറുക്കണം, നിന്റെ പഴയ രീതി വെറുക്കണം, സംസാരം വെറുക്കണം, ഇടപെടൽ വെറുക്കണം, മറ്റുള്ളവരുമായുള്ള സമ്പർക്കത്തിൽ നിന്ന് വ്യത്യാസം വരണം. വിശ്വസിക്കുന്നവർ മാത്രം കരങ്ങളെ അടിച്ച് ഒരു വിശുദ്ധി നിനക്കുണ്ടാകണം, ഒരു വിശുദ്ധി നിനക്കുണ്ടാകണം. അശുദ്ധിയെ ചാരമാകാൻ കൽപ്പിക്കണം. പോരാ പോരാ, ഈ ആരാധന പോരാ, ഈ ആരാധന പോരാ. ചിലരൊക്കെ പുറത്തോട്ട് വരട്ടെ, ചിലരൊക്കെ എഴുന്നേറ്റ് വരാൻ പോകുക. വേദനം പറയുന്നത് പോലെ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം പറയുന്നു, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിന്റെ പ്രകാശമോ വന്നിരിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ ആമേൻ, സ്തോത്രം ചെയ്യുന്നു. അപ്പോ പരസ്യമായി വെളിപ്പെടുത്തണം, പരസ്യമായി വെളിപ്പെടുത്തണം. പള്ളിക്കകത്ത് വരുമ്പോൾ മാത്രം പോരാ, പരസ്യമായി വെളിപ്പെടുത്തണം. ഞാനൊരു ബെന്തക്കോസ് വിശ്വാസിയാണ്, ഞാനൊരു ബെന്തക്കോസുകാരനാണ്, ഞാനൊരു ബെന്തക്കോസുകാരിയാണ്. എൻ്റെ കയ്യിലൊരു പുസ്തകമുണ്ട്. ആ പുസ്തകം ഹല്ലേലൂയ ആമേൻ മായമില്ലാത്ത പുസ്തകം. ആ പുസ്തകത്തിന്റെ പേര് തന്നെ ഇതാണ്, സത്യവേദ പുസ്തകം എന്ന് അതിന് പേർ വന്നിട്ടുണ്ട്. ആ പുസ്തകം സത്യം മാത്രമേ പറയത്തുള്ളൂ. ആ പുസ്തകം ഞാൻ ചുമന്നുകൊണ്ട് നടന്നപ്പോ, ഞാൻ എൻ്റെ മാറോട് ചേർത്ത് പിടിച്ചപ്പോ എനിക്ക് വരേണ്ട അറ്റാക്കുകൾ വിട്ടുപോയി, എനിക്ക് വരേണ്ട കാർഡ് ബ്ലോക്കുകൾ വിട്ടുപോയി, എനിക്ക് വരേണ്ട ബന്ധനങ്ങൾ വിട്ടുപോയി. ഈ പുസ്തകം എന്നെ വിടുവിച്ചത്. ഈ പുസ്തകത്തിന്റെ പേര് ഇതാണ്, സത്യവേദ പുസ്തകം എന്നാണ്. ആ പുസ്തകത്തെ ഞാൻ ചുമന്നപ്പോ ആ പുസ്തകം എന്നെ ചുമന്നു. സ്തുതിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ, സ്തുതിച്ചു തുടങ്ങിക്കോ. ഷോളിന്റെ ഭാഗത്തുകൂടി അസ്ഥിക്ക് തേയ്മാനമുള്ള ഒരു വ്യക്തി ഇതിനകത്തിരിക്കുകയാണ്. നിന്റെ ഈ ഭാഗത്ത് ഷോളിന്റെ ഭാഗം അസ്ഥിക്ക് തേയ്മാനമുള്ള, അസ്ഥിയുടെ തേയ്മാനം വന്നിട്ട് നിന്റെ ഇടത് കൈക്ക് സ്വാധീനക്കുറവുള്ള ഒരു വ്യക്തി ഇതിനകത്തിരിക്കുന്നു. ആ വ്യക്തിയെ തൊട്ട് ദൈവം സൗഖ്യമാക്കാൻ പോകുന്നു. യേശു കർത്താവ് ഇങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ ബലഹീനതയിൽ എന്റെ ബലം തികഞ്ഞു വരുമെന്ന്. ഇന്ന് ചിലരുടെ ബലഹീനതയിൽ ബലം തികഞ്ഞു വരുന്ന ടൈമാണെന്ന് ആത്മാവിന്റെ ഒരു ദൂത് കൈമാറാൻ പറയുന്നു. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ ഇന്ന് പൽക്കാലം ഇതിനകത്ത് പ്രാരംഭമായി ആരെങ്കിലും കടന്നു വന്നവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചില നാഗശക്തിയുടെ ബന്ധനങ്ങൾ ദൈവാത്മാവ് പൊട്ടിച്ചു മാറ്റുന്ന കാഴ്ചകൾ, ചില നാഗക്കെട്ടുകൾ, ചില കെട്ടുപാടുകൾ നിന്റെ പാരമ്പര്യത്തിന് അകത്തുനിന്ന് ദൈവം ചിലതിനെ പുറത്തെടുക്കാൻ പോകുക. കേറിവാ, കേറിവാ, 100% വിടുതലെടുത്തോ. വെൽക്കം ഹോളി സ്പിരിറ്റ്. പോരാ 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 പോരാ. പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ഈ പോൽക്കാലം വിളിച്ചു പറ, വിളിച്ചു പറ, സകല ജാതികൾക്ക് മീതെ എന്നെ ഉന്നതനാക്കുന്ന ദൈവം. ആ ദൈവത്തിന്റെ പേരെന്നാന്നറിയാമോ? യഹോവ എന്ന്. ആ ദൈവത്തിന്റെ പേര് യഹോവ. അവന് ഒരു നാളിൽ അവൻ പുറത്തു വന്നാൽ അവൻ ദൈവമാകുമെന്ന് അറിഞ്ഞപ്പോ കല്ലറയ്ക്കുള്ളിൽ അടയ്ക്കപ്പെടുവാൻ തുടങ്ങി. കല്ലറയ്ക്കുള്ളിൽ അടച്ചു, കാവൽക്കാരെ നിർത്തി, റോമാ ഗവൺമെന്റിന്റെ മുദ്രകൾ കൊണ്ട് മുദ്രയും വെച്ചു. സ്തോത്രം, ഹല്ലേലൂയ. കാലാട്ടുന്ന മോനെ നന്നാവുന്ന പ്രാർത്ഥിരി. സ്തോത്രം. ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുകൊണ്ടാണ് നമുക്ക് പ്രശ്നം നേരിടുന്നത്. കൈയടിക്കണം, വാ തുറക്കണം. ഇതിപ്പോൾ കെട്ട് ആരോ കെട്ടി വെച്ചതുപോലെ. പൗലൂസിനെ കെട്ടിയതെന്നറിയാമോ? അവൻ ആരാധിച്ച് സ്വാതന്ത്ര്യം എടുക്കരുത്. നമ്മളെ കെട്ടൊക്കെ ഒന്ന് പൊട്ടണം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. സ്തോത്രം. നിങ്ങൾ നന്നായിട്ടൊന്ന് പ്രാർത്ഥിച്ചാൽ ഞാൻ സമയത്തിനങ്ങ് നിർത്തും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. രക്തത്താൽ ജയമെടുക്കുന്നു, വചനത്താൽ ജയമെടുക്കുന്നു. ആമേൻ ആമേൻ. സ്തോത്രം. നിങ്ങൾക്ക് എവിടെയാണ് നിങ്ങൾക്ക് ബലഹീനതയോ ആ ബലഹീനതയുള്ള ഭാഗം പറയുക. ഞാൻ ഇപ്പോൾ പ്രാർത്ഥിക്കാം, ബലഹീനത മാറും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഹല്ലേലൂയ. നീ ഇതിന്റെ അകത്ത് പടിയിൽ കാല് കുത്തുമ്പോൾ നിന്റെ ബന്ധനം അഴിയും, നിന്റെ ബലഹീനത മാറും, നിന്റെ മുടന്ത് മാറും, നിന്റെ കാത് കേൾക്കും, നിന്റെ കണ്ണ് തുറക്കും. നിന്റെ തളർച്ചകൾ മാറും, നിന്റെ വീറ്റ് പോയിന്റുകൾ, ന്യൂനപക്ഷങ്ങൾ, കുറവുകൾ, അന്യാരാധനയുടെ കെട്ടുകൾ എല്ലാം അഴിക്കുന്ന ഒരു സ്ഥലമാണ് ഈ ആരാധന സ്ഥലം എന്ന് നമുക്കറിയാം. പ്രൈസ് ദി ലോർഡ്. പോട്ടെ, ഹല്ലേലൂയ, ആമേൻ ആമേൻ. സ്തോത്രം ചെയ്യുന്നു. അപ്പോ സകല ജാതികൾക്കും മീതെ ഉന്നതനാക്കണമെങ്കിൽ നമ്മൾ അകത്തൊന്ന് പുറത്തൊന്നല്ല, എപ്പോഴും ഒന്നായിരിക്കണം. ഹല്ലേലൂയ. എപ്പോഴും ഒന്നായിരിക്കണം. ഹല്ലേലൂയ. ആരാധനകളിൽ പ്രാപിക്കുന്ന വിടുതലുകൾ മറ്റുള്ള സമയങ്ങളിലും മറ്റുള്ളവരുടെ നടുവുകളിലും അത് പ്രത്യക്ഷപ്പെടണം. അതല്ല എങ്കിൽ ഹല്ലേലൂയ, ആമേൻ ആമേൻ, ഇനി
പഴയ നിയമത്തിലെ കാലഘട്ടം പോലെ ഒന്നാകാൻ നമ്മൾ തയ്യാറാകണ്ട. ഹല്ലേലൂയ. ഈ ആമേൻ മുദ്രകൾ പൊട്ടിച്ച് പുറത്തു വരുമെന്ന് അന്നത്തെ ഭരണകൂടത്തിന് അറിയത്തില്ല. കാരണം എങ്കിൽ ഒരു മുദ്ര വയ്ക്കത്തില്ല. ഹല്ലേലൂയ. ആമേൻ. പടയാളികളെ കാവലായി കല്ലറയ്ക്ക് മുമ്പിൽ നിർത്തുകയുമില്ല. ഇന്ന് പോൽക്കാലം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, ഇവിടെ ഇരിക്കുന്ന പലരോടും പരിശുദ്ധാത്മാവ് പ്രവചന ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. ഓ ഹല്ലേലൂയ. നീ ഇനി പുറത്തു വരത്തില്ല. മക്കൾ നിനക്കെതിരെ മുദ്ര വെച്ചോ, മരുമക്കൾ നിനക്കെതിരെ മുദ്ര വെച്ചോ, നിന്റെ ദേശം നിനക്കെതിരെ മുദ്ര വെച്ചോ. ദൈവം പറയുകയാണ്, നീ കല്ലറയ്ക്കുള്ളിൽ ഹല്ലേലൂയ 2 ദിവസങ്ങൾ, 3-ാമത്തെ ദിവസം ഞാൻ ഇതിനെ പൊട്ടിക്കും. മരണത്തെയും പാതാളത്തെയും ജയിച്ചവനായി, പുറത്തു വന്ന എന്റെ ശക്തി നിനക്കറിയാമോ? പട്ടാള പടയാളികൾ എവിടെ? കാവൽക്കാരന്മാരെവിടെ? ഗവൺമെന്റിന്റെ മുദ്രകൾ എവിടെ? തുറക്കപ്പെട്ട ഒരു കല്ലറ കിടപ്പുണ്ട്. ആ കല്ലറ ഒരിക്കലും ആർക്കും അടയ്ക്കാൻ കഴിയത്തില്ല. അവിടെ ഒരുവനില്ല, അവൻ സ്വർഗത്തിലുണ്ട്. അവൻ എന്റെയും നിന്റെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടി അവൻ പിതാവിന്റെ വലതുഭാഗത്തുണ്ട്. നല്ലൊരാമയം പറഞ്ഞു തുടങ്ങ്. നിങ്ങൾ എന്നോടൊപ്പം ശരിക്കും കയറി വരിക. ഏത് വേദനയും മാറും, ഏത് രോഗവും മാറും. നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറാകുന്നുണ്ട്. കഴിഞ്ഞ കല്ലിൽ സാക്ഷി പറഞ്ഞ സഹോദരി പറഞ്ഞുണ്ടോ, ആരാധനയ്ക്ക് വന്ന് വിടുതൽ കിട്ടിയില്ലെങ്കിൽ പോയിട്ട് ആശുപത്രിയിൽ പോകാം. നീ വന്ന സ്ഥലം നിനക്കറിയത്തില്ല. നീ വന്ന സ്ഥലം ഒന്ന് ആദ്യം വിവേചിക്കുക. നീ വന്ന സ്ഥലം. ഞാൻ ഒരിക്കൽ കർത്താവ് ശുശ്രൂഷയ്ക്ക്, എനിക്ക് ശുശ്രൂഷ ചെയ്യുന്നതിനോടൊപ്പം താല്പര്യമില്ല. ബന്ധക്കോസുകാരനാകുക, ക്രിസ്ത്യാനിയാകുക എന്ന് പറയുന്നത് എനിക്ക് ശകലം പോലും 100% അല്ല 900% പറഞ്ഞാലും പോരെ, എനിക്ക് ഇഷ്ടമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ദൈവം എന്നോട് നിരന്തരമായി ഞാൻ ദൈവത്തെ അറിഞ്ഞു വരുമ്പോൾ സംസാരിക്കാൻ തുടങ്ങി. ദൈവശബ്ദം കൂടുതൽ ഞാൻ ശരിക്കും കേൾക്കുവാൻ തുടങ്ങി. ദൈവശബ്ദം കേട്ട് കർത്താവ് എന്നെ പിടിച്ചു. കർത്താവിൻ്റെ ശുശ്രൂഷയ്ക്ക് ദൈവം എന്നെ ഉപയോഗിച്ചു കഴിഞ്ഞു. ഞാൻ ഒരു ശബ്ദം കേൾക്കുകയാണ്, നിന്നെ പിശാചിനെയും പടയാളിയും തകർക്കുന്നവനാക്കി മാറ്റും. ഇത് കേട്ടപ്പോൾ എനിക്ക് വല്ലാതെ എന്നെ അങ്ങ് ഫീൽ ചെയ്തു. ഞാൻ ആ രാത്രിയിൽ ഉറങ്ങില്ല. ഞാൻ കിടക്കുന്ന കട്ടിൽ ഇന്നും ആ കട്ടിലൂടെ കിടപ്പുണ്ട്. ആ കട്ടിൽ ഞാൻ കിടക്കുമ്പോൾ കേൾക്കുന്ന ഒരു ശബ്ദം, ആ ശബ്ദം എന്നെ പൊക്കിയെടുത്ത് പുറത്തെറിയാനിടയായി. അപ്പേ ഞാൻ ഉടനെ കർത്താവിൻ്റെ സന്നിധിയിൽ ഹല്ലേലൂയ കിടക്കുന്ന ഹല്ലേലൂയ ആ റൂമിനകത്ത് മുട്ടുമടക്കിയിട്ട് ഞാൻ എൻ്റെ ദൈവത്തോട് പറഞ്ഞ ഒരു പദം ഇതാണ്. ഞാൻ വലിയ ബിൽഡിംഗ് ഒന്നും ചോദിച്ചില്ല. ഇന്ന് പലരും ചോദിക്കുന്നത്, എനിക്ക് കറങ്ങാൻ കുറച്ച് പൈസ വേണം, എനിക്ക് നല്ല കാർ കിട്ടിയാൽ ഞാൻ വലിയ പാസ്റ്റർ എന്നറിയപ്പെടും. ഞാൻ വലിയ കാർ ആഗ്രഹിച്ചില്ല, വലിയ വീട് ആഗ്രഹിച്ചില്ല. ഞാൻ ഒരു പദം പറഞ്ഞു, എൻ്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം വഹിച്ചാൽ മൊത്തം വിഗ്രഹാരാധികളും ക്ഷേത്ര കൊടുമിരി കൊണ്ട് ആടുന്ന ഹല്ലേലൂയ വിദ്യാമൂർത്തികൾക്ക് കൊടുക്കുന്ന കുടുംബത്തിനകത്തുനിന്ന് എന്നെ ദൈവം വിളിച്ചു വേർതിരിക്കുന്നുവെങ്കിൽ ഒരു കാര്യം ദൈവം എനിക്ക് ചെയ്തു തരണം. ഞാൻ ദൈവത്തോട് പറഞ്ഞ ഒരു വാക്കിതാണ്, കർത്താവേ മരിച്ച വ്യക്തിയെ ഉയർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ എനിക്ക് തരണമേ. ഈ ഒരു വാക്ക് മാത്രമാണ് ഞാൻ കർത്താവിനോട് അന്ന് ചോദിച്ചത്. അത് എൻ്റെ ഹല്ലേലൂയ ആമേനാമേ ചിന്തയിൽ എനിക്കത് ആവശ്യമുണ്ട്. കാരണം ഹല്ലേലൂയ ഞാൻ പറയട്ടെ, അവിടെ നിന്ന് ഞാൻ കർത്താവിനെ സ്വീകരിച്ചു, വേദപുസ്തകം അനുസരിച്ചു മൈക്കെടുത്ത് പ്രസംഗിക്കാൻ തുടങ്ങി. ഇന്ന് വരെയും ഇതിനകത്ത് ആരെയും കൊണ്ടുവന്നിട്ട് ഹല്ലേലൂയ നേരെ ആംബുലൻസിൽ കയറ്റി പോയതായി എന്റെ ചാലിലെ കണ്ണിൽ കാണാൻ ഭാഗ്യമൊരുക്കിയില്ല. കാരണം എന്തെന്നറിയാമോ, ഞാൻ ഈ ലോകത്തെ ധനമൊന്നും ചോദിച്ചില്ല, ഈ ലോകത്തിലെ സമ്പത്തൊന്നും ചോദിച്ചില്ല, ഈ ലോകത്തിലെ ആർപ്പാടമൊന്നും ചോദിച്ചില്ല. എന്റെ പശ്ചാത്തലം അതാണ്, എന്റെ കുടുംബത്തിന്റെ എക്സ്പീരിയൻസ് അതാണ്, എന്റെ കുടുംബക്കാരുടെ രീതി അതാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, കർത്താവേ മരിച്ചവനെ ഉയർപ്പിക്കുന്ന ഒരു ശുശ്രൂഷ എനിക്ക് തരണമേ. അത് ഞാൻ ദൈവത്തോട് ചോദിച്ചു വാങ്ങുവാനിടയായി. ഇന്ന് പോൽക്കാലം ഞാൻ പറയട്ടെ, അതുകൊണ്ട് ദൈവമക്കളെ ഭൂമിയുടെ അറ്റത്തോളം പോയിട്ട് പല സാത്താനെയും പിടിച്ചവർ ഇവിടെ വരുമ്പോ ദൈവം വിടുവിച്ച് പുറത്തെടുക്കുന്നത്. കാരണം എന്തെന്നറിയാമോ, നിന്നെ മരണം തിന്നുകളയോ, നിന്നെ സമയത്തിന് മുമ്പേ പിശാച് തിന്നുകളയോ എന്ന് പറയുമ്പോൾ തിന്നാത്തതിന്റെ കാരണം എന്തെന്നറിയാമോ, ഞാൻ ദൈവത്തോട് ചോദിച്ചത് പണമല്ല സഹോദര സഹോദരി. ഇന്ന് വിശ്വാസികൾ ചോദിക്കുന്ന, ദൈവമേ അപ്പുറത്തെ വീട് 2 നില, എൻ്റെ വീട് അതുക്കും മീതെ പണിയണം. ഞാനതൊന്നും ചോദിച്ചില്ല. ദൈവഹിതമാണെങ്കിൽ നല്ല ഭവനം തരട്ടെ. ദൈവഹിതമാണെങ്കിൽ ഞാനിപ്പോൾ ശുശ്രൂഷയ്ക്ക് പോകാൻ തന്നെ ഒരു 2 വീലറിന് വേണ്ടി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക. നല്ലൊരു പരസ്യയോഗം നടത്തുവാൻ വാഹനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നല്ല കൺവെൻഷൻ യോഗം നടത്താൻ വേണ്ടി സൗണ്ട് സിസ്റ്റത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക.
നല്ലൊരു ഓർക്കന് വേണ്ടി പ്രാർത്ഥിക്കുക. ആലയത്തിന്റെ കെട്ടുപണിക്ക് നമുക്കറിയാം, ഹല്ലേലൂയ, ആമേൻ, 5ഉം 10ഉം തുകയൊന്നും കൊണ്ട് തികയത്തില്ല. ഉടാനകോടി നന്മ വന്നാലേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കുക. മറ്റൊരു വഴികളും തെരഞ്ഞെടുക്കുവാൻ എനിക്കറിയത്തില്ല. ഞാൻ അവസ്ഥയിലേക്ക് പോകത്തില്ല. ഞാൻ വ്യവസ്ഥയിലേക്ക് മാത്രം നിൽക്കുവാൻ തയ്യാറാകുമ്പോൾ ഞാൻ പറയുകയാണ്, ഹല്ലേലൂയ, സകല ജാതികൾക്കും മീതെ വെച്ച് ദൈവത്തിന്റെ വചനം പറയുന്നു, നിന്നെ ഉന്നതനാക്കും. പ്രാർത്ഥിക്കുവാനാണ് നമ്മളെ വിളിച്ചത്, ആരാധിക്കുവാനാണ് വിളിച്ചത്, ഉപവസിക്കുവാനാണ് വിളിച്ചത്. വിളി ആഴമേൽ കിടക്കുന്നോ അവരെ ദൈവം അനുഗ്രഹിക്കുവാനിടയാകും. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അന്നിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മുടെ മേലൊരു വിളിയുണ്ട്. ആ വിളിയുടെ നിറവ് ദൈവം തുറക്കാൻ പോവുക. ആമേൻ, ആമേൻ, സ്തോത്രം ചെയ്യുന്നു. വായിക്കാം, താഴോട്ട് വായിക്കാം. അവൻ പരിശുദ്ധൻ ഇങ്ങനെ, അവരിങ്ങനെ ഭയങ്കരനും എന്നിങ്ങനെ നിന്റെ മഹത്വവും ഭയങ്കരമായ നാമം. ഇനി ഇതിനപ്പുറത്ത് ഈ നാമത്തിന് ഒരു പദമില്ല. ഭയങ്കരമായ നാമം. ഹല്ലേലൂയ എന്ന് പറഞ്ഞാൽ നമ്മൾ ഭൂമിയിൽ നോക്കുമ്പോൾ ആകാശം കാണുന്നത് പോലെ ഇനി അതിനപ്പുറത്തൊന്നും നമുക്ക് കാണാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞതുപോലെ അതിനപ്പുറത്ത്, ഈ ഭയങ്കരമായ നാമത്തിനപ്പുറത്ത് ഒരു പദമില്ല. ആ നാമം നമ്മളെ വിടിവിക്കും. ആ നാമം നമ്മെ സൗഖ്യമാക്കും. ആ നാമം നമ്മെ വിടിവിക്കും. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ ആളുകൾക്കൊക്കെ ഈ ലോകത്തിൽ പല ആർപ്പാടങ്ങളുണ്ട്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ. നാം ഹല്ലേലൂയ ദൈവവചനത്തിന് വിരോധമായി എന്ത് ചെയ്താലും വിഗ്രഹാരാധനയാണ്. ഹല്ലേലൂയ, ആമേൻ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് ആമേൻ പലയിടങ്ങളിലും പലരെയും തിരുത്താൻ തയ്യാറാകാത്തത് ആലയത്തിലെ സ്തോത്ര കാഴ്ച കുറയും. കശേര ഒഴിഞ്ഞു കിടക്കും. അതുകൊണ്ട് പലതും തിരുത്തുന്നില്ല. പക്ഷേ അവര് ഹല്ലേലൂയ തിരുത്താത്ത ആളിന്റെ ഹല്ലേലൂയ, ആമേൻ, ആമേൻ, എവിടെയാണ് ആളിന്റെ പോക്കെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം ചെയ്യുന്നു. ഞാൻ പ്രാരംഭത്തിൽ പറഞ്ഞു, നല്ല ഇടയന്റെ ജോലി ആടുകളെ മേയിച്ചുകൊണ്ട് നടക്കുക. ഹല്ലേലൂയ, ഒന്നുപോലും തെറ്റിപ്പോകാതെ വണ്ണം, ഒന്ന് തെറ്റിപ്പോയതിനെ തേടിക്കൊണ്ടുവന്ന നല്ല ഇടയനാണ് നമ്മുടെ ദൈവമെന്ന് ഇന്ന് കാലം വിശ്വസിക്കാൻ എത്ര പേർക്ക് തയ്യാറുണ്ട്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ ചില വിടുതലുകൾ ദൈവാത്മാവ് കൈമാറാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ ജയമെടുത്ത് തുടങ്ങിക്കോ. ചില വ്യക്തികളോട് പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്നു, വ്യക്തികളോട് പ്രവചിക്കാൻ പറയുക. ഞാൻ പ്രവചന വരത്തോട് പ്രവചന ആത്മാവിലേക്ക് ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്നു. ശിഷ്യന്മാർ പേടിച്ചോ, പടക് മുങ്ങിപ്പോകോ, ഇനി മരണം നടക്കപ്പെടും. നിന്റെ പടക് മുങ്ങത്തില്ല. നിന്റെ പടകിനകത്ത് ഒരുവനുണ്ട്. അവൻ തലകണ വെച്ച് കിടക്കുന്നുണ്ട്. അവൻ അത് പടകിന്റെ ഉടമസ്ഥനാണ്. അവർ കടലിന്റെ ആഴം കണ്ടവനാണ്. അവനെ കിടക്കുന്ന പടകിനെ മുക്കാൻ ഒരു തിരമാലയ്ക്കും കഴിവില്ല, ഒരു കാറ്റിനും കഴിയത്തില്ല, ഒരു കോളിളക്കത്തിനും കഴിയത്തില്ല. നല്ലൊരാമയം പറഞ്ഞു തുടങ്ങ്. ആരാധിക്കുന്ന ദൈവമക്കളല്ല ഇന്ന് പൽക്കാലം പുറത്തോട്ട് വരുന്നുണ്ട്. പ്രാവശ്യം മോളെ, പ്രാവശ്യം അപ്പന്റെ കാലത്തോളം നിർത്തരുത് കേട്ടോ, നിർത്തരുത്. 100 രാജ്യത്തിനപ്പുറം നീ കടക്കണം. 100 രാജ്യങ്ങൾ കടന്ന് നീ മിതിക്കണം കേട്ടോ. ഒരു മിതിവണ്ടിയായി മാറട്ടെ. യെസ്. ഓഹോ, ഹല്ലേലൂയ. യേശുവേ നിനക്ക് തുല്യനായ യേശുവേ പോലെ ആരുമില്ലേ, അങ്ങെപ്പോലെ ആരുമില്ലേ. യേശുവേ നിനക്ക് തുല്യനായാൽ. സ്തോത്രം. ഹല്ലേലൂയ. ഒരു ദൈവവേലയ്ക്ക് നടക്കുന്നവർ ആ ഒരു രീതിയിൽ നടക്കണം. ഒരു വിശ്വാസി നടക്കുന്നത് പോലെ നീ ആകരുതോ. ഹല്ലേലൂയ, ആമേൻ.
ഹല്ലേലൂയ. നമ്മൾ ഒരു വ്യക്തിയുടെ അടുത്ത് സംസാരിച്ചാൽ ആ സംസാരത്തിൻ്റെ ഒരു ടൈം ക്രമപ്പെടുത്തണം. ചിലർ പിന്നെ കാതും തിന്ന് തലയും തിന്നാലും സംസാരം തീരത്തില്ല. ഇതൊരു ദൈവവേലക്കാരൻ്റെ സ്വഭാവമല്ല, ഒരു ദൈവവേലക്കാരിയുടെ സ്വഭാവമല്ല. ആമേൻ. പറയേണ്ടത് മാത്രം പറഞ്ഞ് ബ്ലോക്ക് ചെയ്യുക. അങ്ങനെ നമ്മൾ എല്ലാത്തിലും ക്രമീകരണമുള്ളവരായിരിക്കണം. അശുദ്ധനും വിശുദ്ധനും തമ്മിൽ വേർതിരിവുള്ളവരായിരിക്കണം. വ്യത്യാസം നിന്നിൽ കാണണം. ഉടമാ റബൽ കമനകടകൾ കനാരിയ റീവൽ പ്രവിടിയാനകടകൾ കനാരിയ. നീ ഹൃദയം നുറുങ്ങിയാണ് ഇതിനകത്ത് വന്നത്, ഹൃദയം നുറുങ്ങിയാണ് വന്നത്. തിരുവെഴുത്ത് പറയുന്നു, തകർന്നു നുറുങ്ങിയിരിക്കുന്ന ഹൃദയത്തെ നിരസിക്കാത്ത ഒരുവൻ ഇതിനകത്തോട്ട് വന്നിട്ടുണ്ട്, ഒരുവൻ ഇതിനകത്ത് വന്നിട്ടുണ്ട്. നിന്റെ മനസ്സിനകത്ത് ചില വിഷയങ്ങളെ നീ കാലില് സ്ട്രോങ് ആക്കി വെച്ചിരിക്കുന്ന വിഷയമുണ്ട്. ആ വിഷയത്തിനൊരു പരിഹാരം കാണാൻ വേണ്ടി നിന്റെ ഓട്ടമാണെന്ന് ആത്മാവൻ ദൂത് പറയുന്നു. ഉടമനകടകൾക്കനാരിയ ആത്മാവെന്നോട് പറയുന്നു, നിന്റെ ഓട്ടം എന്ന് പറഞ്ഞ ഹല്ലേലൂയ ചില വിഷയത്തിന്റെ വിടുതലെടുക്കാൻ എങ്കിൽ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥന എന്ന കവച ധരിക്കുമെങ്കിൽ, ഹല്ലേലൂയ വചനമാകുന്ന വാളെടുക്കുമെങ്കിൽ ചിലതിനെ വെട്ടി താഴെ കിട്ടുകൊണ്ട് ദൈവത്തിന്റെ മഹത്വത്തിന്റെ ഹല്ലേലൂയ സാന്നിധ്യത്തിലേക്ക് എത്തിപ്പിടിക്കുവാൻ നമുക്ക് ചാൻസ് ഉണ്ടാകും. ആമേൻ. സ്വതന്ത്രം. അപ്പോ ദൈവകൃപ എന്ന് പറയുന്നത് മായമില്ലാത്തതാണ്, അല്ലേ? മായമില്ലാത്തത്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. മായമില്ലാത്തതിനെ തിരുവെഴുത്ത് പറയുന്നത്, മായമില്ലാത്ത പാൽ വാഞ്ചി കുടിപ്പീൻ എന്നാണ് പറയുന്നത്. മായമില്ലാത്തത് അല്ലേ? അപ്പോൾ മായമില്ലാത്തത് കുടിച്ചിരിക്കുന്ന നമ്മൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കർട്ടനിൽ കിടക്കുന്ന ഡിസിയം പോലത്തെ ഷർട്ട് ഇടരുത്, അതേപോലത്തെ ചുരിദാർ ഇടരുത്. അല്ലേലൂയ. ആമേൻ ആമേൻ. ഇങ്ങനെയൊന്നും നടക്കാൻ പാടില്ല. നടന്നാൽ ഇതേപോലത്തെ അവിടെ എവിടെയായിട്ട് ക്രാച്ച് പറ്റിയതേ നമുക്ക് കിട്ടത്തുള്ളൂ. ക്രാച്ച് പറ്റിയത്, പിന്നെ ചില പടമുള്ളത്, ചില പത്തിയുള്ളതോ ഇതൊക്കെ കിട്ടും. ഇത് വരാതിരിക്കുവാൻ വേണ്ടി നമ്മൾ എന്തിനെന്നറിയാമോ? നല്ലവണ്ണം നേരായി നടപ്പത് ഒരു നന്മയും മുടക്കം വരാതെ. ഹല്ലേലൂയ. ആമേൻ ആമേൻ. സ്തോത്രം. നേരായി നടന്നാൽ ഒരു നന്മയും നമുക്ക് മുടക്കാതെ ദൈവം തരും. ഇന്ന് പകൽക്കാലം ചിലരുടെ നന്മകൾ മുടങ്ങി കിടക്കുന്നത് ഞാൻ ഈ ആരാധനയുടെ നടുവിൽ യഹോവയായ ദൈവത്തോട് പറയുന്നു, തുറന്നു വരുവാൻ ചിലതിന്റെ മഞ്ചത്ത് കൈവയ്ക്കേണ്ട അഭിഷേകം നിന്റെ മേലുണ്ട്. ഹല്ലേലൂയ. നിനക്ക് തിരിച്ചറിയാൻ കണ്ണുണ്ടെങ്കിൽ തൊട്ടു തുടങ്ങിക്കോ. ചിലതിനെ തൊട്ടു തുടങ്ങിക്കോ. ദേശത്തോട് ഊടാടുന്ന ചില അസ്ത്രങ്ങളെ വെട്ടാൻ ദൈവം നിന്നെ അതിന്റെ പിന്നാലെ ചെന്ന് ചിലതിനെ വെട്ടാൻ ദൈവം നിന്നെ അധികാരപ്പെടുത്തിയതല്ലേ? അധികാരം എവിടെയാ മോനെ? അധികാരം എവിടെയാ? ഇതിനകത്തിരിക്കുന്ന എല്ലാവരും പ്രാർത്ഥിച്ചു തുടങ്ങിക്കോ. ചിലരോടൊക്കെ ആത്മാവ് ദൂത് കൈമാറുക. യേശുവിന്റെ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് പറയുന്നു, ഹല്ലേലൂയ, നീ കാണാത്ത രാജ്യങ്ങളിൽ ദൈവത്തിന്റെ പെട്ടകവുമായി നീ പോകും. നീ പ്ലെയിനിൽ സഞ്ചരിച്ചു തുടങ്ങ്. ദേശം പറയും, എടാ നീ നന്നാകത്തില്ല. പ്രസവിച്ച അമ്മ പറയും, ജന്മം തന്ന അപ്പൻ പറയും, ജീവൻ തന്നവൻ പറയും, എടാ എന്റെ ജീവൻ നീ പ്രാപിച്ചത് കൊണ്ട് നീ ഉയരങ്ങളിൽ പറക്കുന്ന വാഹനത്തിൽ സഞ്ചരിച്ചുകൊണ്ട് നിന്നെ ഞാൻ കാണാത്ത ദേശത്തയക്കും. നീ കയറാത്ത വാഹനത്തിൽ കയറും. ഹല്ലേലൂയ. നീ ആമേൻ ആമേൻ കയറിയിട്ടില്ലാത്ത ഹോട്ടലിൽ നിന്ന് നിനക്ക് ഫുഡ് കഴിക്കാൻ ദൈവം നിന്നെ ഒരുക്കും. എന്താ കാരണമെന്നറിയാമോ? നിന്റെ കയ്യിലിരിക്കുന്ന പുസ്തകം സത്യവേദ പുസ്തകം. സത്യത്തെ ചുമക്കുന്ന ഒരുവനെ ആർക്കും കടക്കാരനായി കൊടുക്കത്തില്ല. അവൻ ലോകത്തിന്റെ ഉപ്പ്, അവൻ ലോകത്തിന്റെ വിളക്ക്. തുടങ്ങിക്കോ. യേശുവിന്റെ നാമത്തിൽ തുടങ്ങിക്കോ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നന്ദിയോടെ ഞാൻ ദൈവത്തെ സ്തുതിക്കുക. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി കർത്താവേ. ആമേൻ. നമ്മൾ നമ്മുടെ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവരുടെ വിഷയത്തിന് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഞാൻ അടുത്തൊരു വാക്യത്തിലേക്ക് വരാം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 9-ാം അധ്യായം അതിൻ്റെ 6-ാമത്തെ വാക്യം. യെശയ്യാ 9:6. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്,
സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടും. ഈ ലോകത്തിൽ വേദപുസ്തകത്തിൽ മനുഷ്യന് 2 കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ഒന്ന്, സമാധാനം. സമാധാനത്തിന്റെ ഗഡിങ് അറിയാന്നുള്ളൊരു ഹല്ലേലൂയ പറ. നിങ്ങൾ ഇതെന്നുവാ? അധികമില്ല യാത്രയധികമില്ല, കൊടുങ്കാറ്റും തിരമാലയും പടകിലറി ക്രൂശേ നോക്കി. യാത്രക്കിരിക്കുന്ന നമുക്ക് എന്നതാ പഠിച്ച് ഇതാണ് സാത്താൻ തോക്കില്ലാതെ വെടിവെക്കുന്നത്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. സമാധാനം ഭൂമിയെ കൈവശമാക്കുമെന്നും, ക്ഷമ ഇനി ഞാൻ അടുത്ത വർഷം ഇതേ ദിവസം ചോദിക്കും. ഹല്ലേലൂയ, ആമേൻ. ക്ഷമ ദീർഘായുസ്സിന് കാരണമാക്കുമെന്നും തിരുവെഴുത്ത് പഠിപ്പിക്കുന്നു. സമാധാനമുള്ളവർ ഭൂമിയെ കൈവശമാക്കും. ക്ഷമയുള്ളവർക്ക് ദീർഘായുസ് ഉണ്ടാകും. കാരണം 1 പറയുന്നതിന് മുമ്പ് നമ്മൾ 4 പറയാൻ നിൽക്കരുതെന്ന്. ഇന്നത്തെ ബന്ധക്കോസുകാർ 4 മാത്രമല്ല 7 ഒത്തഴിച്ചിടും. പ്രൈസ് ദി ലോർഡ്. അടിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്ന് കയറരുത്, അടിച്ചവരെ തന്നെ ആദ്യം പിടിക്കും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വളരെ നാവ്, യാക്കോബിന്റെ ലേഖനത്തിൽ പറയുന്നത്, നാവ് ചെറിയൊരു അവയവമെങ്കിലും വലിയൊരു കാട്ടിനെ കത്തിക്കുന്നു. അപ്പോൾ നാവ് കുലപാതകം വരെ സൃഷ്ടിക്കും, ജീവനെ വരെ അറ്റാച്ച് ചെയ്യും. അത് വരാതിരിക്കാൻ ബൈബിൾ ഇപ്പൊ നമ്മൾ വായിച്ച പ്രവാചകന്റെ പുസ്തകം 9:6 പറയുന്നു, ഹല്ലേലൂയ, സമാധാനത്തിന്റെ പ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നാണ് നമ്മൾ വായിച്ച് താഴോട്ട് വന്നപ്പോൾ കേട്ടത്. സമാധാനത്തിന്റെ പ്രഭു. ഈ സമാധാനം നമ്മുടെ മേൽ വന്നാൽ, ഹല്ലേലൂയ, ചില പട്ടികൾ ഹല്ലേലൂയ ആമേൻ ആമേ കൊരയ്ക്കും കടിക്കൂല. ഹല്ലേലൂയ, ആമേൻ ആമേ, സ്തോത്രം എന്നതുപോലെ ചിലർ പറയുന്നതല്ല ഞാൻ പറഞ്ഞത്, നമ്മൾ പറയരുതെന്ന്. നമ്മൾ ക്ഷമയോടെ കാത്തിരിക്കണം. കർത്താവിന്റെ വചനം പറയുന്നു, മിണ്ടാതിരുന്ന ദൈവം എന്നറിഞ്ഞുകൊള്ളുവീൻ, പ്രതികാരം യഹോവയ്ക്കുള്ളതാകുന്നു. ആരോടും പ്രതികരിക്കരുത്, മിണ്ടാതിരിക്കണം, സത്യസന്ധനായിരിക്കണം. നല്ല കതിരിനെ പോലെ കുനിഞ്ഞു നിൽക്കുന്ന ഒരു ഹല്ലേലൂയ കൃപയുള്ള വിശ്വാസിയായാൽ ഇന്ന് പകലിൽ ദൈവം നിന്നെ വിടിവിക്കും, ദൈവം നിന്നെ അനുഗ്രഹിക്കും, ദൈവം നിന്നെ മാനിക്കും. സമാധാനത്തിന്റെ പ്രഭു നിന്നോടുകൂടെ നിന്റെ വീട്ടിനകത്തും ഇരിക്കും. നിന്റെ യാത്രയിലിരിക്കും, നിന്റെ ആഫീസിലിരിക്കും, നിന്റെ വാഹനത്തിലിരിക്കും, നിന്റെ യാത്രമേലിരിക്കും. നീ ചിന്തിക്കുന്ന വിഷയത്തിന്റെ മേൽ ദൈവ നിശ്ചയമുള്ള കാര്യത്തിനകത്തൊരിക്കുക. അങ്ങനെ വിശ്വസിക്കുന്നവർ കരങ്ങളെ തട്ടി ദൈവത്തെ സ്തുതിച്ചാട്ട്. യേശുവിന്റെ നാമത്തിൽ ഞാൻ അല്പസമയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയം വേർതിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. എല്ലാവരും ഒരു 15 മിനിറ്റ് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്.